മദ്രസകളിൽ വന്ദേമാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി. മദ്രസകളിൽ ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കണമെന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. വന്ദേമാതരം അത് നിർബന്ധമാക്കിക്കൊണ്ട്, അതിനെ അപമാനിക്കുന്നതിന് ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ബില്ല് ഈ അടുത്തിടെ വന്നിരുന്നു. ഇപ്പോൾ മദ്രസകളിൽ ഇത് ചൊല്ലില്ല എന്നാണ് ചിലരുടെ പിടിവാശി. അങ്ങനെ ആകാശം ഇടിഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല എന്നാണ് കോടതി ഇതിന് മറുപടിയും നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന് ചവിട്ടേറ്റ് പിടയുമ്പോൾ, അവസാന ശ്വാസമെടുക്കുമ്പോഴും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാനുള്ള കരുത്തും ആവേശവുമായി മാറിയ മുദ്രാവാക്യം ഗാനമാണ്, ദേശീയ ഗീതമാണ് നമ്മുടെ വന്ദേമാതരം. അതിനെയാണ് മതത്തിന്റെ പേരിൽ ഇവരൊക്കെ വലിച്ചുകൂട്ടി ചവറ്റുകുട്ടയിലേക്ക് എറിയാൻ നോക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത്യന്തം വേദന തോന്നുന്നു. വാർത്തയിലേക്ക്. മദ്രസകളിൽ ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കണമെന്ന പശ്ചിമബംഗാൾ സർക്കാർ വിജ്ഞാപനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും വാക്കാലുള്ള നിരീക്ഷണമുണ്ടായത്. മദ്രസകളിൽ വന്ദേമാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തപബ്രത ചക്രവർത്തി, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു പരാമർശം. മറ്റൊരു മതത്തിന്റെ വചനങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് മാത്രം ഒരാളുടെ മതവിശ്വാസത്തിന് ഭംഗം വരുമോ എന്ന് കോടതി ആരാഞ്ഞു. ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രാർത്ഥനകളിൽ പങ്കാളികളാവുന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ധീരജ് കുമാർ ത്രിവേദിയാണ് ഹാജരായത്. വന്ദേമാതരം ദേശീയഗാനമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് മദ്രസകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. അതേസമയം വന്ദേമാതരം ആലപിക്കണമെന്ന സർക്കുലർ ലംഘിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. കേവലമായ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വിജ്ഞാപനത്തിന് സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജനം, ഡൽഹി.